വ്ളോഗിലേക്ക് സ്വാഗതം. ഗായ്സ്, ഇപ്പൊ നമ്മളിപ്പോ ഓടിയാണ് ബസ്സിൽ കയറുന്നത്. ഓടിയാണ് ഓട്ടോ ചേട്ടനല്ലേ. ചേട്ടൻ ഹോൺ അടിച്ചു, ഇവരാരും കേട്ടില്ല. ബസ്സിൽ അടിപൊളി പാട്ട് വെച്ചിട്ടുണ്ട്. കോപ്പറേറ്റ് ഇടുന്നത് എനിക്ക് അറിയില്ല, അറിയത്തില്ല ഗായ്സ്. അപ്പം അതെ, അപ്പൊ ഞങ്ങൾ ഇന്നൊരു മോസ്റ്റ് കാര്യത്തിന് പോവാണ്. അത് നടക്കൂല്ലോന്ന് ഞങ്ങൾക്ക് അറിയില്ല. വള്ളിയാണ് അല്ലേ, ഒരു വള്ളി പ്രശ്നമാണ് ഗായ്സ്. ഏതായാലും വള്ളിയിലേക്ക് നമുക്ക് കടക്കാം. ലെറ്റ്സ് ഗോ ഗായ്സ്. അപ്പൊ നമ്മുടെ ബസ്സിൽ കയറി, ബസ്സിൽ യാത്രക്കാരൊക്കെ കയറി കഴിഞ്ഞിട്ടുണ്ട്. സോ ഗായ്സ്, നമുക്ക് നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അപ്പൊ എന്റെ ഷൂവിന്റെ അവസ്ഥ ഉണ്ടോ? ഞാൻ തിരക്കിന് അവിടെ കിടന്ന് ഏതോ ഷൂ എടുത്തിട്ട് എന്റെ ഷൂ ഞാൻ കഴുകി വെച്ചേക്കുവാണ്. ഉണങ്ങിയില്ല. മഴക്കാലം ആയതുകൊണ്ടല്ലേ. ഇത് എവിടെ ഓണ പരിപാടിയാണോ അമ്മേ? ഹാപ്പി സൺഡേസിൽ ഗായ്സ് ഓണപ്പരിപാടി. നമ്മളങ്ങനെ സ്റ്റുഡിയോയിന്റെ ഫ്രണ്ടിലുണ്ട്. സ്റ്റുഡിയോ കയറിയിട്ട് ഷൂ എടുക്കാൻ നിർത്തി. അതാണ് കൊച്ചിന്റെ ഷൂ. അയ്യോ അമ്മ, നമ്മൾ ഉദ്ദേശിച്ച ഷൂ ഇവിടെ ഉണ്ടാവും. അല്ലെങ്കിൽ ഇതിട്ട് നമ്മള്, ഇത് ഫാഷനാണ് മമ്മേ. സത്യം. കുറേ ഡ്രസ്സുകളുണ്ട് ഇതുള്ളതല്ലേ. നമുക്ക് നോക്കട്ടോ, നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച ഷൂ ഉണ്ടോ നമുക്ക് തപ്പി നോക്കണം. ഇല്ലെങ്കിൽ ശശിയായിട്ട് ഇറങ്ങിപ്പോണം. ഇവിടെ അല്ലേ. അപ്പം നമുക്ക് ഓരോന്നിൻ്റെ വിലയൊക്കെ നോക്കി നമ്മൾ ഉദ്ദേശിച്ച ഷൂ ഉണ്ടെങ്കിൽ അതെടുത്തിട്ട് നമുക്ക് സ്ഥലം വിടാം. പഠിക്കുന്ന സെക്ഷനിലില്ല. അപ്പം നമുക്ക് ഫസ്റ്റ് മുകളിലേക്ക് പോയി നോക്കാം, അവിടെ ഉണ്ടോയെന്ന് അറിയില്ല. ഇല്ലെങ്കിൽ അങ്ങനെ, കാരണം റബ്ബർ ഷൂ ആയതുകൊണ്ട് ചെളിയൊന്നും ആവില്ല. അടിപൊളിയായിരുന്നു അല്ലേ അമ്മമ്മ? മഴക്കാലത്ത് ഇടാൻ പറ്റിയതാണല്ലേ. അതെ, നോക്കാം. കുറേ പുതിയ ഡ്രസ് കളക്ഷൻ. ശരിയാ, വീക്ക്ലി ഇവിടെ ഡ്രസ്സുകൾ വരുമല്ലോ അല്ലേ. നമുക്ക് മൂന്നൂർക്കോ? അല്ലല്ല, അവരെ കൊണ്ട് വരുമ്പോൾ വാങ്ങണോ? ഉണ്ടാവോ അറിയില്ല. ഇത് മൂക്കിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇത് കഴിഞ്ഞു ഗൈസ്. നമ്മൾ ഉദ്ദേശിച്ച ഷൂ ഇതാണ് കേട്ടോ. വൈറ്റ് കളറുള്ള അമ്മ. യൂ, ചെടിയിലേക്ക് ഇറങ്ങും. ഇച്ചിരി വേറെ ഇതല്ലേ. 299 ഉള്ളൂ ഇതിന്. ഇതാണ് നല്ല ഷൂ ആണ്. നമുക്ക് ഒരു വർഷത്തോളം യൂസും ചെയ്യാം. ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞു. ഓർക്കുന്നുണ്ടോ സോക്സ് ഇട്ട് പോയത്? നമുക്ക് വ്ളോഗ് എടുക്കണ്ടായിരുന്നു ഗൈസ്. ഏതാ വേണ്ടെന്ന് ഞങ്ങളൊന്ന് സെലക്ട് ചെയ്തിട്ടോ ഗൈസ്. ഇപ്പം ഞാനിത് പാകമാവും നോക്കാം. ഇതിൻ്റെ സൈസ് 40 ആണ് വന്നിരിക്കുന്നത്. ഇതെവിടെ ഇത് ഷൂ ഇട്ട് നോക്കിയാൽ മറ്റേ സ്ഥലമൊക്കെ ഉണ്ട്. ജസ്റ്റ് ഒന്ന് ട്രയലിന് വേണ്ടി ഇട്ട് നോക്കുന്നതാണ്. അല്ല, ഇത് ഇട്ടിട്ട് തന്നെ ഞാൻ പോകുന്നത് അല്ലേ. നോക്ക് ഗൈസ്, ഇങ്ങനെ വൈക്കാൻ ബിലീവ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇത് വൈറ്റ് ഷൂ അല്ലായിരുന്നു അമ്മ. അതിൻ്റെ കളർ ഇച്ചിരി ക്രീമായിരുന്നു. അപ്പോൾ വലിയ പറയണ്ടായിരുന്നു. അതായത് മണ്ണിൻ്റെ അതേ കളറാണ്. ഇതും ഒരു ഫാഷനാണ്. ഹലോ, കീറി ജീൻസ് ഒരു ഫാഷനായ കാലമുണ്ട്. ഹലോ, എൻ്റെ എടുക്കാം. സൈസ് ഇത് കറക്റ്റ് ആവുമെന്ന് അറിയില്ല. നോക്കട്ടെ കേട്ടോ. കറക്റ്റാണല്ലോ അല്ലേ? കറക്റ്റാ ഗൈസ്, പെർഫെക്റ്റ്. ഇത് പോരെന്നാ? കറക്റ്റാണ്, കുഴപ്പമില്ല. ഓ, നല്ല ഓക്കെ, അതെടുക്കാല്ലേ. ഇച്ചിരി ലൂസുണ്ട്. എല്ലാം 40 ആണോ? കുഴപ്പമില്ല, കെട്ടിയ പോരെ. ഹലോ, എന്നെ കാണണം. ഹലോ, എവിടേക്ക് ക്യാമറ ഓടിക്കുന്നു? ഇപ്പം എടുക്കാല്ലേ അമ്മേ? ഇത് 40 തന്നെ സൈസ്. 40 എല്ലാം അറിയാം. എല്ലാ 40 മമ്മ എന്നെ കാണണം കേട്ടോ. അല്ല, മമ്മേന്റെ മുഖമെങ്കിലും കാണിക്കും. അമ്മ നിലം കാണിച്ചോണ്ടിരിക്കും. നോക്കട്ടെ, നല്ലതാ. എത്രയും എല്ലാ 40 തന്നെ. 8 അല്ലല്ല, ഉള്ളിലത്തെ സൈസ് ഉണ്ടോ? അതാ ഞാൻ നോക്കിയത്. 42. അമ്മ ഇത് മതി മമ്മ.
ഇത് മതി മതി. എന്നാൽ പോയാലോ നമുക്ക്? ശൃംഗി ഇവിടെ ഉണ്ടോ? അത് കഴിക്കും. അത് ശരിക്കും നമ്മൾ കഴിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. അത് അവർ കഴിച്ചോളൂ. അവസ്ഥയല്ലേ. ഈ സാധനം നമുക്ക് ഇവിടെ തൂക്കിയിടാം. ഇപ്പം നമുക്കിത് ഷൂ കൊണ്ട് പോവാം അല്ലേ? അതെ. അപ്പോൾ ലെറ്റ്സ് ഗോ ഗൈസ്. എന്താ അമ്മ? ഒന്നുമില്ല. ഗൈസ് മമ്മയ്ക്ക് എന്താ പറയാനുണ്ടെന്ന്? ഒന്നുമില്ല, കാണിച്ചോട്ടെ. ഗൈസ് നമ്മൾ ബില്ലിങ് ചെയ്യാൻ വേണ്ടി നിൽക്കണം കേട്ടോ ഗൈസ്. അമ്മ ഇതിൻ്റെ സ്റ്റൈലാണ് നമ്മൾ തോന്നുന്നത്. എന്താണെന്ന് ഇഷ്ടമുണ്ടെങ്കിൽ അവിടെ നിൽക്കുന്ന ഒരാളുടെ ടീഷർട്ട് മറിച്ചിട്ട പോയിട്ടുണ്ട് ഗൈസ്. ശരിക്കും ഇനി അതിൻ്റെ സ്റ്റൈലാണെന്ന് പറയാൻ പറ്റില്ല അല്ലേ മമ്മ? അപ്പോൾ എല്ലാം ഫാഷനല്ലേ? ഇതുണ്ടോ? ഇതൊരു ഫാഷനാണ് ഗൈസ്. ഇതൊരു ഫാഷനാണ് അല്ലേ? പല്ലില്ലാത്ത മോന്താന്ന് മമ്മൻ്റെ ഷൂ കണ്ടിട്ട് പറഞ്ഞറിയാം. പല്ലില്ലാത്ത ഷൂ ആണ് കുഞ്ഞാറ്റല്ലേ ഗൈസ്. ഞാൻ എത്ര നന്നായിട്ട് യൂസ് ചെയ്യുന്നറിയോ? എന്നിട്ട് ഞാനിപ്പോൾ അത് യൂസ് ചെയ്യുന്നത്. അതാ അവർ ഞാൻ പറഞ്ഞു കേട്ടോ. ഗൈസ് ഞാൻ പറഞ്ഞ കേട്ടും തിന്നു. ആ ടീഷർട്ടും മറിച്ചിട്ട് തന്നെയായിരുന്നു. ആ ഡ്രസ്സ് മാറ്റാൻ വേണ്ടി പോയി. എന്തൊക്കെയാണ് നടക്കുന്നില്ല എല്ലാം മനസ്സിലായി. ഗായ്സ് ആണ് നമ്മൾ ബില്ലൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഷൂ ഇടുക എന്നുള്ളതാണ്. നമുക്ക് അവിടെ തന്നെ പോയിരുന്നിട്ടാലോ ഒന്ന് കെട്ടൊക്കെ അഴിച്ചു കളയണം ഗൈസ് അല്ലേ? ഹലോ, പുറത്തുനിന്ന് ഇടണോ? പുറത്തുനിന്ന് ബാ. എന്തായാലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്ന ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ച കാര്യമല്ല അല്ലേ മമ്മ? അതെ. എന്തായാലും അടിപൊളി. ആ നമുക്ക് ഇവിടെ ഇരുന്നാണ് അമ്മ. എന്തായാലും ഷൂ എൻ്റെ ഷൂ കണ്ടാൽ പട്ടി കഞ്ഞി ഓടിക്കില്ല. അത് കാരണം എനിക്ക് ഇരുന്നിടണം. അവിടെ ഇരുന്നിടാം. അപ്പോൾ ഇരുന്നിടാം. നമ്മളിത് ഷൂവിൻ്റെ സെക്ഷനിലേക്ക് തന്നെ വന്നേക്കുന്നത്. അപ്പം നമുക്ക് ഇവിടെ തന്നെയാണ് പിടിച്ചത്. കെട്ടയക്കണേ. പാമ്പ് നൂല് കിട്ടില്ല. അത് ലാസ്റ്റിക്കാണ്. അതെ ഗൈസ്, ഐശ്വര്യമായ ഷൂ വള്ളി. ഇന്ന് തന്നെ എൻ്റെ കാര്യം തീരുമാനമാവുമെന്ന് അറിയില്ല അല്ലേ അമ്മ? അല്ല എന്നെ കാണുന്നുണ്ടെങ്കിൽ ശരിക്കും അമ്മ പൊട്ടന്നെ ഇവിടെ മുഴുകിയിട്ട് എന്നെ അല്ല കാണുന്നത്. ഓണപ്പരിപാടി കഴിഞ്ഞു എന്നാ വെളുവിള വെളുത്ത ഷൂ അല്ലേ? ഇതേപോലെ ആവാനുള്ളതാ. ഇവിടെ തൂക്കിടാം. ഷൂവിനൊരു വഴുവഴുപ്പ് വന്നില്ല. പക്ഷെ ഈ ഷൂവിനല്ലേ 399 ആയെന്ന് എനിക്ക് തോന്നുന്നു അന്ന് വന്നപ്പോൾ. ഓർക്കുന്നില്ല. ഇപ്പോൾ കുറഞ്ഞു, ഒരു 100 rupees. നാളെ എനിക്കായിട്ട് വരണം. അവർക്കൂടി വാങ്ങണ്ടേ? ഇനി അവർക്ക് വാങ്ങാൻ വരുമ്പോൾ എൻ്റെ ഷൂവിൻ്റെ കാര്യം കുറച്ച് സീനാവും അല്ലേ? അതെ. വള്ളി വലിച്ച് നമുക്ക് കെട്ടാട്ടോ. ഇതാണ്ടോ റബ്ബർ ഷൂ ആണ് ഗൈസ്. അതാണ് ഏറ്റവും മോസ്റ്റ് ഇല്ലേ മമ്മേ? ഇത് ഇങ്ങനെ കെട്ടി വെച്ച് കഴിഞ്ഞാൽ എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് അഴിഞ്ഞ് വരും അല്ലേ? നമുക്ക് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ കെട്ടണം അല്ലേ മമ്മേ? ഒരു കാര്യം പറയട്ടെ, അങ്ങനെ കെട്ടിയാൽ മതി. ഒരു കാര്യം പറയട്ടെ, സത്യം കേട്ടോ. നമ്മൾ നല്ല ഡ്രസ്സ് ഇട്ടിട്ടും നന്നായി ഇതാക്കിയിട്ടൊക്കെ ചെരുപ്പ് കൊള്ളാനായിരുന്നു. അതിപ്പോൾ നല്ല ഡ്രസ്സ് ഇടാതെ ചെരുപ്പ് മാത്രം നന്നാക്കിയിട്ടും കാര്യമില്ല. എല്ലാം നന്നാവണം. കണ്ടില്ല ഞാൻ കണ്ടേ ചെരുപ്പ് ചീത്തിട്ടത്. എനിക്കറിയാമായിരുന്നു ഇവിടെ ഒന്ന് വാങ്ങുന്നുള്ള കാര്യം. അയ്യോ ഗായ്സ്, തിരക്കില്ലാത്തത് കണ്ടപ്പോഴാണ് ഞാൻ വിചാരിച്ചത്. അമ്മ ഇന്ന് രാവിലെ ഓടിയ ഓട്ടല്ലേ?
തിരക്ക് പിടിച്ച് ബസ് കിട്ടാതിരിക്കേണ്ടിയിരുന്നു. അതെ. അങ്ങനെ ഓടി. നമ്മൾ വന്ന കാര്യം കാഴ്ചനോട് പറഞ്ഞിട്ടില്ല എന്നാത്തിനാണ് അല്ലേ? എന്തിനാ വന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വലിയ ഇതാണ്. പറഞ്ഞില്ലേ വള്ളി പ്രശ്നമാണ്. ഹലോ ഗൈസ്, വാവ് അടിപൊളി ഷൂ മോസ്റ്റ് ആയിട്ടുള്ള ഗൈസ്. എന്തായാലും ഐ ലൈക്ക് ഇറ്റ് വെരി മച്ച്. വാവ്, ഇതെന്താ ചെയ്യപ്പോൾ ഒരു കവറുണ്ടോ? ഷൂ കവറില്ലല്ലോ. ഇങ്ങനത്തെ ഇത് തൽക്കാലം ഇതൊക്കെ ചെളി ചവിട്ടിക്കൊണ്ടല്ലടാ. ഇത് കൈ തൂക്കി പിടിച്ചിട്ട് പോകും. ഷൂ അവസ്ഥ. അങ്ങനെ ഷൂ ഒക്കെ വാങ്ങി ഇട്ട് കഴിഞ്ഞ് നമ്മൾ എൻ്റെ മമ്മ ഷൂ ഇട്ടപ്പോൾ തന്നെ ഞാൻ നോക്കി പിടിച്ച് ഷൂ ഇട്ടപ്പോൾ തന്നെ ഞാൻ ആള് മാറി. അയ്യോ, എന്താ പറയുക, സത്യം പറഞ്ഞാൽ നമുക്ക് റീൽസ് എടുക്കാൻ പറ്റിയൊരു പ്ലേസ് അല്ലേ? ബാക്ക്ഗ്രൗണ്ടൊക്കെ മോസ്റ്റാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ സത്യം പറഞ്ഞാൽ എന്തിനാ ഇപ്പോൾ ഇവിടെ വന്ന്? കയ്യിലൊന്നുമില്ല ഞാൻ ഇറങ്ങിപ്പോകുന്നത് അല്ലേ? നിൻ്റെ കയ്യിലൊന്നുമില്ല. പാക്കിങ് കഴിഞ്ഞ് വരുന്ന പോലെ തോന്നുന്നു. സാരല്ല, കുറച്ച് ലൂസൊക്കെ വേണം അല്ലേ? നല്ലൊരു രസമൊക്കെ ഉള്ളൂ. അങ്ങനെ നമ്മൾ സ്റ്റുഡിയോയിൽ നിന്ന് സ്ഥലം ഇവിടെ ഇല്ല എത്തി വെച്ചിട്ടുണ്ടോ? ഇല്ലില്ല, എങ്ങനെ പോയാലും കുഴപ്പമൊന്നുമില്ല. മമ്മയ്ക്ക് തരാം ഷൂ. അമ്മേൻ്റെ ആണക്കാരല്ലേ? അല്ല, എനിക്കൊന്നും മതി. നിങ്ങൾ 3 പേരും കൂടെ അടുത്താഴ്ച മേടിച്ചു. എന്നാ അങ്ങനെ ചെയ്യാം. എന്തെങ്കിലും ചെയ്യാം നമുക്ക്. പോരെ? ഓക്കെ, അപ്പം നമുക്കിന്ന് സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങാം ഗൈസ്. വിചാരിച്ചിട്ട് 299 ഉള്ളമ്മ. ഇത് നോക്ക്. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ട്. അതെ, മമ്മ കോടയൊക്കെ നിർത്തി. നല്ല വെയിലുണ്ട് കേട്ടോ, ഭയങ്കര ചൂട് വരുന്നുണ്ട്. അപ്പം മഴയുണ്ടെന്നൊക്കെ ഓർത്ത് കുട എടുത്തതാണ്, പക്ഷേ വെയിലാണ്. ഇനി കുറച്ച് കഴിയുമ്പോൾ മഴ പെയ്യുമെന്ന് നമുക്കറിയില്ല. ഇവിടെയാണ് നമ്മൾ കുറച്ച് കെയർഫുൾ ആവേണ്ട സ്ഥലമാണ്. കാരണം വണ്ടികളൊക്കെ തേരാപാര പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. അയ്യോ, എൻ്റെ പുതിയ ഷൂ ഞാൻ ചെളിയിലിറക്കി. നേരത്തെ ചെളിയാവും. ശ്രദ്ധിച്ച് പോണടാ. ഇവിടെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഭയങ്കര അവസ്ഥയാണ്. വാ ഗൈസ്, നോക്കൂ, ഒരുപാട് പൂക്കൾ വന്നിട്ടുണ്ട്. വാ, അടിപൊളി. ഓണമല്ലേ? ഓണം വൈബ്. അപ്പം ഞാൻ ആദ്യമായിട്ട് ഈ പ്രാവശ്യം ഓണത്തിന് കണ്ട പൂക്കടയാണ്. നമ്മുടെ അവിടെയൊക്കെ പൂക്കടകൾ വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. വീഡിയോ എടുക്കാനൊന്നുമില്ല. ശരിയാ, അപ്പുറത്ത് എടുക്കാം. പൂക്കടകൾ ഇഷ്ടംപോലെ ഉണ്ട് എൻ്റെ മമ്മേ, ഇഷ്ടംപോലെ ഉണ്ട്. അത് മേടിക്കണ്ട അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് കെയർഫുള്ളായിട്ട് നമുക്കിനി എങ്ങ് പോകണമെന്നറിയാം. അങ്ങ് വരെ പോകണം, ദൂരെ പോകണം നമുക്ക്. ഇപ്പോൾ കണ്ടോ, അപ്പുറത്തേക്ക് പോകണമേ? അപ്പുറത്തേക്ക് പോകണ്ടേ? അയ്യോ, ഇപ്പം അങ്ങ് പോവായിരുന്നു കേട്ടോ. നമുക്ക് അവിടെ എത്തുമ്പോൾ സീബ്ര കാണുമ്പോൾ പോയാൽ പോരെ? എപ്പോഴും സീബ്ര എവിടെ ഇനി ഉള്ളത്? മേമി വരും. മേമി വിളിച്ചില്ലല്ലോ. ഇനി മേമീനെ നമുക്ക് വെയിറ്റ് ചെയ്യണം ഗൈസ്. മേമി വന്നിട്ടാണ് നമുക്ക് പോവാൻ. മേമി വരുന്ന സ്ഥലത്തേക്ക് വേണം നമുക്ക് പോവാൻ. അയ്യോ, ഇന്നത്തെ കാര്യം എനിക്ക് അറിയത്തില്ല. ഇനി അവിടെ ചെന്നിട്ട് എന്തൊക്കെ താകൃതാളാണോ കളിക്കാൻ പോകുന്നത് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. വള്ളി പ്രശ്നമാണ്. വള്ളി നമുക്ക് നേരെ കണ്ടുതന്നെ അറിയാം. ഇന്ത്യൻ മമ്മസിന് പറഞ്ഞിട്ടുള്ളതാണ് എവിടെ പോയാലും ചെടി പറിക്കുക എന്നുള്ളത്. ഇതുണ്ടോ, കണ്ടു, ഇതേ നിന്നിട്ട് പറിക്കുന്നു. പിന്നെ ദൈവമേ, കണ്ടോ ഗൈസ്, നമ്മൾ സുൽത്താൻ ബത്തേരി ടൗണിലുള്ള അവിടെ നിന്നിട്ട് ഇതേ പറിക്കുന്നു. മതിയോ? ഇത്രയും കിട്ടിയിട്ടുണ്ട് ഗായ്സ്. ഹലോ ഗായ്സ്, അങ്ങനെ നമ്മളിപ്പം എവിടെ എത്തി ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അസ്മിഷൻ ചർച്ചിൻ്റെ അടുത്തും എസ് ഭാരതിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഇപ്പോൾ ഓണത്തിന് വരവേൽച്ചുകൊണ്ടിരിക്കുവാണ്. ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെയാണ് അല്ലേ മമ്മ? അപ്പോൾ നമ്മളിതേ അസ്മിഷൻ ചർച്ചിൻ്റെ അടുത്തെത്തി. പിള്ളേർക്കൊക്കെ എക്സാം അല്ലേ? അപ്പോൾ ഇതേ പിള്ളേർക്ക് എക്സാം കഴിഞ്ഞ് വരുന്നവരും എക്സാമിന് പോകുന്നവരൊക്കെ ഉണ്ട്. നമ്മുടെ ചർച്ച് കാണുന്നതാണ്. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണേൻ്റെ ഷോപ്പിലേക്കാണ് നമ്മൾ നടക്കുന്നത്. വെളിച്ചെണ്ണ ഷോപ്പിലേക്ക് നമുക്ക് നടക്കാം. നമ്മുടെ മാതാവിൻ്റെ അടുത്തത് മെഴുതിരി കത്തിച്ച് ഓരോരുത്തർ പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട്. ഗൈസ്, നമുക്ക് എന്താ ചെയ്യുക, പിള്ളേരൊക്കെ ദൈവമേന്ന് പറയാം. ഓരോരുത്തർ അവരുടെ മാതിരി ക്യാമറ. ഗൈസ്, നമ്മുടെ സ്വന്തം വെളിച്ചെണ്ണക്കടയിൽ എത്തിയിട്ടുണ്ട്. വെളിച്ചെണ്ണ വാങ്ങാൻ നമുക്ക് കയറാം കേട്ടോ. അവര് വന്നില്ല, ഞങ്ങൾ ഇങ്ങോട്ട് പോകും. ഗായ്സ്, അപ്പം നമ്മുടെ മേമി തന്നെ. ഗായ്സ്, ഹായ് മേമി. ഹലോ. നമ്മുടെ മേമീനെ നമ്മൾ കണ്ടുപിടിയിട്ടുണ്ട്. നമുക്ക് ഓട്ടോയ്ക്ക് പോകാം. നടക്കണ്ടേ ഇവിടം വരെ? ഓട്ടോ എവിടെയാ? എവിടുന്ന് കയറണ്ടേ? അവിടുന്ന് കയറണോ ഇവിടുന്ന് കയറണോ? ഗായ്സ്, അങ്ങനെ ഞങ്ങൾ 3 പേര് കൂടി ഇത് ഓട്ടോയിൽ കയറി. അങ്ങനെ ഒരു ഹായ് പറയും ഗായ്സ്. ഓട്ടോയിൽ കയറി നമ്മൾ ഓൺ ദ വേ പോവാണ്. വേറെ എങ്ങോട്ടുമല്ല ആ സ്ഥലം. എത്തി
എത്തിയിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും പറയാം കേട്ടോ. വള്ളി പ്രശ്നമാണ്. പോവാം. ഓ ഗായ്സ് നോക്ക്, പൂക്കട വന്നിട്ടുണ്ട്. ഓ വാവ്, ഇഷ്ടംപോലെ പൂക്കളൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ പറമ്പിൽ മാത്രം പൂക്കളല്ല ഗായ്സ്, അവസ്ഥ. ഗായ്സ് അറ്റ് ലാസ്റ്റ് നമ്മൾ വന്നിരിക്കുന്ന സ്ഥലം കണ്ടല്ലോ, നമ്മുടെ ഗ്യാസ് ഏജൻസിയിലാണ് വന്നത്. ഇനിയാണ് നമ്മുടെ കഥ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇവർ രണ്ടും കയറി പോകുന്നുണ്ട്. അപ്പം നമുക്ക് പോയിട്ട് കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നോക്കാം. ഇനി തലയ്ക്ക് പ്രാന്തായിരിക്കും. ഞാനൊക്കെ ഓടിപ്പോയി ഓടി വരാം. ഗായ്സ് അങ്ങനെ നമ്മളിത് ഗ്യാസ് ഏജൻസിയിൽ എത്തിയിട്ടുണ്ട്. ഇതാ ഞാനിവിടെ ഇരിക്കുകയാണ്. മേമിയും അമ്മയും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു വിഷയമാണ്. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ അത് പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ അവർക്ക് വേണ്ടി ഇത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പം തന്നെ ഇത് ഓവറാവുമെന്ന് തോന്നുന്നു. എന്തായാലും നമ്മൾ എന്തിന് പുറപ്പെട്ടാലും അതിൻ്റെ പുറകെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ നടന്നിട്ടുണ്ട്. ഇഷ്ടംപോലെ കാര്യങ്ങൾക്ക് നടന്ന് മടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ കാര്യം വേഗം ശരിയാവും നമ്മൾ വിചാരിക്കുന്നു. അറിയത്തില്ല എന്താ അവസ്ഥ എന്ന് നമുക്ക് കണ്ടു തന്നെ മനസ്സിലാക്കണം ഗായ്സ്. എൻ്റെ ഗായ്സേ ഈ ഭാഗ്യം എന്ന് പറയാം, എല്ലാം അടിപൊളിയായി ശുഭമായിട്ട് നടന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് കൊടുത്ത് അപേക്ഷ കൊടുക്കണമായിരുന്നു. എന്നിട്ട് നമ്മൾ അപേക്ഷ കൊടുത്തു. ഇനി 2 വീക്ക് കഴിയുമ്പോഴാണ് നമുക്കത് അപ്രൂവ് ആയി വരുള്ളൂ. അത് കഴിയുമ്പോൾ ഒന്നും കൂടി നമുക്ക് ഇങ്ങോട്ട് വരണം. അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട്. അപ്പോൾ കണ്ടോ, 2 സഹോദരിമാർ കൈകൾ കോർത്ത് നടന്ന് നീങ്ങുകയാണ് ബത്തേരി വഴിയോരങ്ങളിൽ കൂടി. എന്താണ് പറയേണ്ടതെന്ന് അവർക്ക് കിട്ടുന്നില്ല. എനിക്ക് പറയാനുള്ളത് നല്ല വെയിലുണ്ട്, അതാണ്. എന്തായാലും എന്താ പറയുക, ഞാനോർത്ത് ഇനിയും പിന്നെ നമ്മൾ നടക്കേണ്ട വരുമെന്ന്. കാരണം എന്തിനിറങ്ങി പുറപ്പെട്ടാലും 10,000 പ്രാവശ്യം അതിന് പുറകെ നടക്കൽ നമുക്കുള്ളതാണ് അല്ലേ. ഭാഗ്യത്തിന് നടക്കേണ്ട വന്നില്ല, പോയി ശരിയാക്കി. ഇനി ഇത് കഴിഞ്ഞിട്ട് അതുകൊണ്ട് വരണമല്ലേ. ഇനി വരണം, അതാണ് ഒരു ഇതുള്ളത്. അപ്പം ഇനി നമുക്ക് നോക്കാം ഗായ്സ്. നോക്ക്, ഒരു കുഞ്ഞിക്കിളി കുരുവി കണ്ടോ, പാവം ഗായ്സ്. വെള്ളം കുടിക്കുമായിരുന്നു. ഇതേപ്പോൾ തുള്ളി പോകുന്നുണ്ട്. അയ്യോടാ, അത് വർത്താനം പറയാ, എനിക്ക് പാവം തോന്നുക. നോക്കിയേ, കിരിക്കിരിന്ന് കേൾപ്പിക്കുമല്ലേ മമ്മേ. പാവം അതിന് ദാഹിക്കുന്നുണ്ടെന്ന് തോന്നുന്നു മമ്മേ. അതെല്ലാം കിടത്തി തിന്നു. അരിമണി കിടപ്പുണ്ട്. ഓഹോ, ഇല്ല അമ്മ, ഇങ്ങനത്തെ കുരുവിനെ കാണാനേ ഇല്ല. അതിന് പറക്കാൻ പറ്റുന്നില്ലേ? പിന്നെ നന്നായി പറഞ്ഞാൽ അറിയാം, അഭിനയിച്ചാൻ തോന്നുന്നു. അപ്പം നമ്മളിനി എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയില്ല. നമുക്ക് നോക്കാം ഗൈസ്, നമ്മളെങ്ങോട്ടാ പോകുന്നത്. നമ്മളെങ്ങോട്ടാ പോകുന്നേ ഇങ്ങോട്ടേക്കോ, നമ്മളെങ്ങോട്ടാ പോകുന്നേ ഇങ്ങോട്ടേക്കോ ഗൈസ്. അങ്ങനെ നമ്മൾ എവിടെ എത്തി? ഗണപതി അമ്പലത്തിനടുത്ത്. അയ്യോടാ പാവം, ഒന്നോ എനിക്ക് പാവം തോന്നുന്നു അതിനെ. അതിന് വിശക്കുന്നുണ്ടാവൂലേ? അയ്യോ, ഇവിടുന്നൊക്കെ മേടിച്ച് കൊടുക്കാണ്ടല്ലോ. ആണേ, സത്യം. എന്തൊരു കഷ്ടല്ലേ, വീട്ടിൽ കൊടുക്കുന്നേം കുറ്റം. എന്താ പറയണ്ട, എനിക്കറിയില്ല. എല്ലാം കണ്ടില്ലാന്ന് വെച്ച് പോകാൻ പറ്റുമോ? ഓ, എൻ്റെ മച്ചാനോട് എടാ നീ ഷർട്ടൊക്കെ മാറ്റിയല്ലേ, ഇവിടെ പോടാ. സമയമില്ല, പിന്നെ കാണാൻ ബൈ. അപ്പം നമുക്കങ്ങനെ നടന്ന് പോകാൻ. എന്തേലേ ചൂടടിച്ച് ഞങ്ങൾ ചത്തു അല്ലേ. ഭയങ്കര ചൂടാണോ? നമ്മൾ പൂവിന് വെറുതെ വില ചോദിച്ചു. 110 100 വേണോ? 70 തന്നെ മീനാണോ? കിലോയ്ക്കാ? കിലോ 100. ഗ്രാമല്ലേ? ഈ തൂക്കിയേക്കുന്ന മതി എന്ന് പറയും. ഈ തൂക്കിയിട്ടേക്കുന്ന മുകളിൽ 1 കിലോ വാങ്ങാം. അത്രയും പോരെ? 2 1/4 കിലോ ഇതാ? അല്ല, 2 കൂടി വാങ്ങി 1/2 കിലോ ആവൂലേ? 2 1/4 കിലോ വീതം. അതും 1/4 കിലോ, ഇത് 1/4 കിലോ. 1/2 കിലോ. ഇതേ അമ്മ അങ്ങനെ പൂ വാങ്ങണ്ടെന്നൊക്കെ ഓർത്തിട്ട് പൂ വാങ്ങി. അടിപൊളി. പൂ കണ്ടാ വാങ്ങാതിരിക്കുമോ? കാഴ്ചപ്പോൾ നോക്ക്, ഇതൊക്കെ റിയൽ ഫ്ലവേഴ്സ് ആണ്. കണ്ടാ പറയുമോ അല്ലേ? 3-4 ടൈപ്പ് ഓഫ് ഫ്ലവേഴ്സ്. 3-4 5-8 ടൈപ്പ് ഓഫ് ഫ്ലവേഴ്സ് ഉള്ളത്. നമ്മുടെ ഫ്ലവറൊക്കെ പോസ്റ്റൊക്കെ എടുത്തിട്ടുണ്ട് അല്ലേ? അങ്ങോട്ട് വില കൂടി ഇല്ലാതെ അടിപൊളി. അത് അടിപൊളിയല്ലേ? അത് അടിപൊളി. ഞാനോർത്തെ അങ്ങനത്തെ ഇതാന്ന്. ഇപ്പൊ അങ്ങനത്തെ വരുന്നുണ്ടല്ലോ. അതെ അല്ലേ? ശരി. വാവ് ഗായ്സ്, അങ്ങനെ നമുക്ക് പൂ കിട്ടി. ഇത് നമുക്ക് 3-4 ദിവസത്തേക്ക് ഉണ്ടല്ലേ.
അപ്പം നമ്മളങ്ങനെ 1/2 കിലോ പൂ വാങ്ങിയിട്ടുണ്ട് ഗൈസ്. എൻ്റെ ഷോപ്പറിൻ്റെ അടിപൊളി. ആ പൂ വെച്ച് വെക്കട്ടെ. ചേട്ടൻ നല്ല സോപ്പിട്ട് ഗൈസ്. സസ്പെൻസ് ആണോ? ആ അടിപൊളി. കുട നിർത്തിക്കോ വെയിലാണ്. അതാ മെയിൻ ഷോപ്പിൽ നിങ്ങൾ ഈ വെയിൽ കൊള്ളല്ലേ ഗായ്സ്. അപ്പം എന്ത് സർപ്രൈസ് ഒക്കെ ഓണത്തിനുണ്ടെന്ന് പറയുന്നുണ്ട്. എന്താ നമുക്കറിയില്ല ഗായ്സ്. അപ്പം നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഓണത്തിന് മുമ്പ് ഒന്നുകൂടി വരുമോ അമ്മേ? ചേട്ടൻ പറഞ്ഞ് വെറൈറ്റി എന്താ 2 സാധനം കൊണ്ടുവരുന്നുണ്ട്. ഓ അടിപൊളി. പച്ചക്കറി എന്തേലും പച്ചക്കറി വേണ്ടല്ലോ, അവിടെ നിന്ന് വേണ്ട. അതെ ആ ഷർട്ട് തന്നെ, ആ കടന്നല്ലേ ഈ ഷർട്ട് എടുത്തേ. ഗായ്സ് ഇത് പങ്കന്റെ ഷർട്ടാണ്. പങ്കന്റെ ഷർട്ടിന്റെ കടേന്റെ ആള് അല്ലേ നോക്കുന്നുണ്ട് ഗായ്സ്. അപ്പൊ നമ്മളങ്ങനെ ഗായ്സ് നടന്ന് നീങ്ങുകയാണ്. വെയിലുണ്ട് അല്ലേ മമ്മേ? എന്താണ് ഈ വേളയിൽ പറയാനുള്ളത്? അപ്പോൾ ഓണക്കാലമായിട്ട് നല്ല വെയിൽ തന്നെയാട്ടോ. മേമിക്ക് എന്താണ് പറയാനുള്ളത്? മഴയില്ല. മേമി എന്താണ് പറയാനുള്ളത്? നടന്നു കൊടുത്തു. അതെ അതെ, വെയിൽ കൊണ്ട് മടുത്തു. അടിപൊളി അടിപൊളി അടിപൊളി. വെയിലും കൊണ്ട് മടുത്തു, നടന്നും മടുത്തു. അതെ അതെ. അമ്മേ നമുക്ക് നൈസിൽ വന്നിട്ടേ ഈ സൈഡിൽ കൂടി നിൽക്കുന്ന ഈ പൂക്കളൊക്കെ വർഷം പോവാം. അമ്മ എന്ത് രസമല്ലേ. മോസ്റ്റ് ആയിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഗൈസ് അവിടെ ഉണ്ട് പൂക്കട. എല്ലായിടത്തും പൂക്കടകളേ ഉള്ളൂ കേട്ടോ. കണ്ടോ? വാവ്, എല്ലാത്തിനും നല്ല തീ പിടിച്ച വിലയായിരിക്കും. നമുക്ക് എന്തായാലും അടുത്ത പ്രാവശ്യത്തേക്ക് അമ്മേ പൂക്കള് ജമന്തിൻ്റെ ഒക്കെ ഇല്ലേ വിത്ത് ശരിയാക്കിയിട്ട് നമുക്ക് നടണം. അങ്ങനെയാണ് നമുക്ക് പുറത്തൊന്നും വാങ്ങേണ്ട കാര്യമില്ലല്ലോ അല്ലേ മേമി? കണ്ടപ്പോ എൻ്റെ നട്ടിട്ടുണ്ട്, പക്ഷെ പൂവായില്ല. അതാ ഇനി എന്ന് പോവാനാ? ഓണം താമസിച്ചല്ല, നേരത്തെ അല്ലേ ഇപ്രാവശ്യം? ഓണം നേരത്തെ, സത്യമായിട്ട് സെപ്റ്റംബറിലായിരുന്നു ഓണം. അതന്നെ, എന്ത് ചെയ്യാനാലേ. നമുക്കങ്ങനെ അതെ നടക്കാം ഗായ്സ്. ലെറ്റ്സ് ഗോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉണക്കമീൻ വാങ്ങാതെ പോകില്ലെന്നറിയാലോ. അപ്പം നമ്മൾ മോസ്റ്റ് ആയിട്ട് നമ്മുടെ പൂച്ചക്കുട്ടന്മാർക്ക് വേണ്ടി ഉണക്കമീൻ മമ്മയുടെ നല്ല മത്തി വാങ്ങുന്നുണ്ട് അല്ലേ മമ്മേ? അല്ലേ? പൂച്ചക്കുഞ്ഞിന് ഇച്ചിരി മത്തി വാങ്ങട്ടെ. ഒരു 20 രൂപ. ഓ എല്ലാവരും ചോദിക്കും ഗൈസ്, അയ്യോ 20 രൂപേൻ്റെ മതിയോ 20 രൂപേൻ്റെ മതിയോ എന്ന്. നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെയാണൊക്കെ. പക്ഷെ നമുക്കല്ലല്ലോ, ക്യാറ്റ്സിനാണ് ഗൈസ് അല്ലേ? അതെ. ഇപ്പോൾ ഉണക്കമീനിൽ മത്തി കുഴപ്പമില്ല. പക്ഷെ നമ്മൾ മത്തി കഴിക്കില്ല. ഞങ്ങൾ തെരണ്ടിയൊക്കെ കഴിക്കാം. അടിപൊളി. ഒരു ചായ കുടിക്കാൻ ഓർത്തു. ഓ ഗൈസ് ലുക്ക് ദേർ. അവിടെ കണ്ടോ? എല്ലായിടത്തും ഇതേ ഇഷ്ടം പോലെ ഫ്ലവേഴ്സിൻ്റെ ഷോപ്പ് തന്നെയാണ് ഗൈസ്. ക്യാമറ കാണുമ്പോഴേക്കും എല്ലാവർക്കും പേടിയാണ്. നല്ല കാര്യമാണ് ഗൈസ് അല്ലേ? എനിക്കിഷ്ടമാണ് ക്യാമറ കാണുമ്പോൾ എല്ലാവരും ഓടുന്നത്. അത് കാണാനൊരു ശൈലല്ലേ ഗൈസ്. നമ്മളിത് ഈ ബേക്കറി നമ്മൾ കേട്ട് കുറേ നാളായി. കുറേ നാൾ തന്നെ ഒത്തിരി നാളായിട്ടോ. നമ്മളറിഞ്ഞൊരു ചേച്ചിയും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നാളുകൾക്ക് ശേഷം ഈ ബേക്കറിയിൽ കയറുന്നുണ്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. അതേ ആ ചേച്ചിയെ കണ്ട് ഗൈസ്. സുഖമായിരിക്കുന്നു. ഇരിക്കാം. ആ ചേച്ചീനെ കണ്ട് ഗൈസ്. കുറേ നാളായി. ഫുഡൊക്കെ കഴിച്ചോ? പിന്നെ കഴിക്കാം. ഗായ്സ് നമ്മൾ ലൈം കുടിക്കുകയാണ് അല്ലേ? എത്ര നാളായി എപ്പോഴും ഇവിടെയാണ് വരുന്നത്. ഇപ്പൊ കുറേ ആയി വന്നിട്ട്. കുറേ ആയില്ലേ? കുറേ ആയി. അപ്പൊ ഗായ്സ് നമുക്ക് ചായ കുടിക്കാം. ചായ അല്ല ലൈം ഗായ്സ്. അപ്പം നമ്മുടെ ലൈമും പരിപ്പോടൊക്കെ ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. പരിപ്പോട് ഒഴിച്ചിട്ട് കുറേ നാളായി. ചെറിയൊരു ചൂടുണ്ട്. ലൈമിന് വെച്ചിട്ട് കുടിച്ചു കേട്ടോ. ലൈമിന് നല്ല മധുരമുണ്ട് കേട്ടോ. ഭാഗ്യം. ചില കടലൊക്കെ ചിലപ്പോൾ ലൈമിന് ഒട്ടും മധുരം ഉണ്ടാവില്ല. എനിക്ക് ദേഷ്യം വരും. ഒരു പ്രശ്നമാണ്. മധുരമുണ്ട് ഭാഗ്യം. എനിക്ക് എന്താണ് പറയാനുള്ളത്? സൂപ്പറാണ്.
വെയിലത്ത് വന്നാൽ ഇങ്ങനെ ലൈം കുടിക്കണം. അതെ, ലൈമാണ് നല്ലത്. അതെ. പിന്നെ മധുരമുണ്ട്. മധുരം ഇഷ്ടമല്ലേ? മധുരമാണ് വേണ്ടത്. മധുരം ഭയങ്കര ഇഷ്ടം. മധുരം വേണമല്ലേ? സത്യം, നമുക്ക് മധുരം ഇല്ലാതെ പറ്റില്ല. അപ്പോൾ ഇത് എങ്ങനെ മോസ്റ്റായിട്ട് കഴിക്കട്ടെ കേട്ടോ. ഞാനോ സ്ട്രോ തിരിച്ചു വെക്കണം ഗൈസ്. ഗൈസ് അങ്ങനെ നമ്മളിതേ വാഷ് ചെയ്യാൻ വന്നു. മോസ്റ്റായിട്ട് വാഷ് ചെയ്യണം. അപ്പം ചിലരൊക്കെ ഉണ്ട് ഇങ്ങനെ നമ്മൾ വാഷ് ചെയ്യുമ്പോൾ അടുത്ത് നിൽക്കുന്നവർ നമ്മുടെ അടുത്തേക്ക് കേട്ടോ ഒറ്റ തുപ്പായിരിക്കും, നമ്മുടെ മേത്തും കൂടി തെറിക്കും. അതുപോലെ നമ്മൾ വാഷ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ക്ലീൻ ചെയ്ത് കൂടി ഇടണം. കാരണം നമ്മൾ എവിടെ ചെന്നാലും മാനേഴ്സ് നമ്മൾ പാലിക്കേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ. തുപ്പുന്ന വരെ നമ്മുടെ മേത്ത് തെറിക്കും. പൈപ്പ് തുറക്കുന്നത് അറപ്പാവില്ലേ, അതുപോലെ ഇങ്ങനെ ചാടി നിൽക്കുന്നത് അതൊരു അവസ്ഥയാണ്. നമുക്കിങ്ങനെ കാണുമ്പോൾ സഹിക്കാൻ പറ്റില്ല അല്ലേ അവൻ? അതെ, ഇതേ വെള്ളം പോകുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ നമ്മളിത് അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. പൈസക്ക് ഒരു 5 സ്റ്റാർ വാങ്ങേ മാമി. പോപ്പിൻസിനുണ്ട് ഗായ്സേ 5 രൂപയെ വിട്ടു തരാൻ പറ്റില്ല. 2 രൂപയേ ഉള്ളൂ. 2 രൂപ ഉണ്ടായിരുന്നുള്ളൂ. അതെങ്ങനെ 5 ആവും? പിന്നെ പാക്കറ്റിനൊന്നും ഒരു മാറ്റില്ല. പാക്കറ്റിനൊന്നും ഒരു ചെറുതായി. മറ്റാണോ 2 രൂപ? പിടിച്ച ക്യാമറ പിടിച്ച അങ്ങനെ നമ്മള് കുട വിട്ട് നടക്കണം. അയ്യോ, അതിൽ ഞാനങ്ങനെ വരും കുട കൊണ്ട്. എല്ലാവരും കുട വെച്ചുള്ളതും തലക്കെട്ട് കുത്തേണ്ടി വരും ആണോ? ഞാൻ കാരണം എത്ര നേരം കുട പിടിക്കുന്നല്ലേ? അതെ. അങ്ങനെ നമ്മൾ നടന്ന് ചിക്കൻ കടയിൽ പോവാം. ഫാൻസി കറന്നുണ്ടോ വീ? അതാ കൊച്ചല്ലേ? അപ്പൊ നമുക്ക് പോവാം ഗൈസ്. ലെറ്റ്സ് ഗോ. അവരെങ്ങനെ ഇവിടെ നമ്മൾ പാർട്സും ചിക്കനൊക്കെ വാങ്ങാൻ വേണ്ടി ഇതേ 1 കിലോയ്ക്ക് പാർട്സിന് 10 രൂപയുള്ളൂ. ഓ വാവ്, മേബി 10 രൂപയുള്ളൂ. കൃത്യം കണ്ടോ അമ്മ ആ പൂജ എടുത്ത് കളഞ്ഞത്? 10 രൂപയുള്ളൂ. അങ്ങനെയാണ് ഒരു 10 കിലോ വാങ്ങിക്കോ. അതെ അതെ, ആകെ 10 കിലോ ഉള്ളു അവിടെ. നമുക്ക് ചിക്കന് വാങ്ങി പോവാം ഗൈസ്. ചിക്കൻ ഇല്ലാതെ ഒന്നുമില്ല ഗൈസ്. കാട നമുക്കില്ലേ നമ്മുടെ കാടകളുണ്ട് കേട്ടോ. ധാരാളം കാട. കോഴി ചുണ്ടില്ല. അതിന്റെ ചുണ്ട് കണ്ടോ? എനിക്കല്ലായിരുന്നോ? എന്താ അവസ്ഥയാണോ? അതെ, അവസ്ഥ ഞാൻ വിചാരിച്ചു എനിക്കായിരിക്കും. അതല്ലേ നമ്മുടെ നേരം ഉണ്ടെന്നിട്ട് തിരിച്ചുകൊണ്ട് വന്നേ ഞങ്ങൾ അത് വിളിപ്പിക്കാം. കുറച്ച് സാരമുണ്ട്. അതൊക്കെ പീഡനാണ്. കൊത്തിയിട്ടുണ്ടല്ലോ, പക്ഷെ അതിന്റെ അതുങ്ങൾ തിന്നൂന്നേ. ഇതെന്നെ രാക്ഷസന്മാരാണോ? ഭ്രാന്ത് പിടിക്കുന്നുണ്ടോ കിടന്നു? 50 രൂപന്റെ പാർട്സ്. 200 ആയോ? കോളേജിയൊക്കെ 210 മേമി. അവിടെ എപ്പോഴും 10 രൂപ കൂടുതലാണ്. ഗായ്സ് അങ്ങനെ നമ്മളിതേ ചിക്കനൊക്കെ വാങ്ങിയിട്ട് ഇനി നടന്നു പോവുകയാണ്. അങ്ങോട്ട് നമ്മൾ ബസ് കയറാൻ വേണ്ടി. ഇന്ന് കുറേ സ്ഥലത്ത് ഓണപ്പരിപാടിയും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു കേട്ടോ. മേമി പറയുന്നുണ്ട് മേമിൻ്റെ ട്യൂഷൻ ക്ലാസ്സിൽ അവർ ഓണപ്പരിപാടി കണ്ടക്ട് ചെയ്യുന്നുണ്ട്, എന്നോട് വരണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അവിടെ ഞാൻ എന്താ പറയുക, അത് അടിപൊളി വ്ളോഗാവും. അപ്പം നമുക്ക് പോകാം, അവതാരികയായിട്ട് നിൽക്കാമെന്ന് ഞാൻ പറഞ്ഞു. എന്തായാലും ഓണപ്പരിപാടി എടുക്കുന്നത് സൂപ്പർ ആയിരിക്കും ഗായ്സ്. പിന്നെ എന്താ പറയുക, വടംവലി അതും ഇതൊക്കെ വെക്കണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഓണപ്പരിപാടി ചെയ്യാൻ കണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം മേമിൻ്റെയൊക്കെ ട്യൂഷൻ ക്ലാസ്സിൽ എപ്പോഴും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യം മേമി പറഞ്ഞു മേമി എന്നാ നാളത്തെ കഴിഞ്ഞാൽ ശനിയാഴ്ച. ശനിയാഴ്ചയാണ് ഗൈസ്. അപ്പം നമ്മൾ പോവാമെന്ന് വിചാരിക്കുന്നുണ്ട്. പോണോ വേണ്ടയോ ഗൈസ്? അടിപൊളിയായിരിക്കും, പറയാൻ പറ്റില്ല, മോശമായിരിക്കും. അപ്പോൾ നമുക്ക് തീരുമാനിച്ചില്ല എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പം നമ്മളങ്ങനെ ബസ് സ്റ്റാൻഡിലേക്ക് പോവുകയാണ്. എനിക്ക് മുമ്പ് കൊടുത്തിട്ട് നമ്മൾ ബസ്സിൽ ചാടി കയറും. നമ്മുടെ ബസ് കിട്ടി. എനിക്ക് സാഷ്ടാംഗം പ്രകടിച്ചാലും അമ്മേ കയ്യിൽ ഈ സാധനം വെച്ചിട്ടേ ഓടാൻ പറ്റിയില്ല. ബസ് കയറുന്ന വലിയൊരു ബഹളം തന്നെ അല്ലേ മമ്മേ? നമ്മൾ വന്ന ബസ്സിനാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. നമുക്കിനി ബസ് ഏത് കാലത്തായിരിക്കും മമ്മേ? അതാണ് പറയാൻ പറ്റില്ല. ആ റൂട്ടിലുള്ള ബസ്. അതെയോ? അതിൻ്റെ ഉള്ളിട്ടോ
എനിക്ക് വേഗം ഉമ്മ കൊടുത്തിട്ട് ഓടി വരിക കഴിച്ച് ചെയ്തത് അല്ലേ? പതുക്കെ വന്നാൽ മതിയായിരുന്നോ? ആണോ? എന്റെ കുട്ടി ഫ്രിഡ്ജായി പോയേ. അപ്പൊ നോക്കിക്കേ, നമ്മള് ബസ്സിൽ പോവാണ്. ആ മഴ പെയ്തു, നല്ല പെരുമഴ പെയ്തു കേട്ടോ. അടിപൊളി. ഞാൻ പെരുമഴയാണല്ലോ അമ്മേ. പെരുമഴ ഉണ്ടോ? ക്ലൈമറ്റ് ചേഞ്ച് ചെയ്ത് അപ്പോഴേക്ക് ഇരുട്ടങ്ങോട്ട് മൂടി. അത്ര നേരം എന്തൊരു വെയിലല്ലേ അല്ലേ? മോസ്റ്റ് മഴ ഗൈസ്. ഇതിപ്പോൾ കുറച്ച് നേരം കൂടെ നമുക്ക് ഇരിക്കാനുണ്ട്. സൂപ്പർ മഴ അല്ലേ? അടിപൊളി. നല്ല സൂപ്പർ മഴയാട്ടോ പെയ്യുന്നത്. നല്ല രസം കാണാൻ മഴ പെയ്യുന്നല്ലേ? ആ ചെരിഞ്ഞ് വെള്ളം ഒരു കുടവഞ്ഞ് നിന്നിട്ടേ മഴ പെയ്യുന്ന കാണുന്നില്ല അല്ലേ? റോഡൊക്കെ ഫുള്ള് വെള്ളത്തിലായിരുന്നു. വയലുണ്ട്. ഇപ്പൊ കാണുന്നുണ്ട് മഴ പെയ്യുന്നത്. നന്നായിട്ട് കാണുന്നുണ്ട്. വയലുണ്ട്. വയൽ ഫുൾ വെള്ളത്തിലായില്ലേ? ഞാറ് നട്ടല്ലേ? വെള്ളം ഒഴുകുന്നത് ഇത് അടപ്പിലാണ് നമ്മുടെ വീട്ടു വെള്ളം. പക്ഷെ മഴ പെയ്യുമ്പോൾ തുറന്നിടണം. നല്ല രസമാണ് മഴയത്ത് എങ്ങനെ പോവാൻ അല്ലേ? കൊണ്ട് നിൽക്കുവാണല്ലേ? അവിടെ രാപ്പൽക്കുളം ഉണ്ടായിരുന്നു. ഇവിടെ ഇല്ല. ഞാറൊക്കെ നട്ടു. ഈ മഴയത്ത് വേണം ഇതിനെ ഇങ്ങനെ ഇറങ്ങി നടക്കാൻ. എന്ത് രസമായിരിക്കും അല്ലേ? എന്തായാലും പേരെന്താ പേരുണ്ടല്ലോ? എവിടെ? ആമ്പൽക്കുളം മല പിടിച്ചു ഇപ്പൊ ഞാൻ ഒരു ടവറിന്റെ അടുത്ത് എത്തിയാലും എല്ലാരും മഴയെ കണ്ട് ആസ്വദിച്ച് എല്ലാവരും ഇരിക്കുവാണ്. ഞങ്ങളും ആസ്വദിച്ചിരിക്കും. പക്ഷെ എനിക്ക് ആവി എടുക്കുക. കാരണം എല്ലാ ചില്ലും അടച്ചിട്ടേക്കുവാണ് മഴയായതുകൊണ്ടല്ലേ. എടുക്കാൻ പറ്റില്ല. ചെറുതായിട്ടൊന്ന് മയങ്ങി. ഉറക്കം വന്നിട്ടാണ്. ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. അത് ബസ്സാണ് നമ്മൾ ടാറ്റ പറഞ്ഞത്. ബസ് പോയി ബസ്സിന് ടാറ്റ കൊടുക്കാം. അപ്പം നമ്മളിനി പാൽപ്പൊടി വാങ്ങണോ? ഞാൻ വാങ്ങില്ല. എനിക്ക് മടിയാ. ഞാൻ അപ്പളേ പറഞ്ഞ അവിടെ നിന്ന് വാങ്ങുന്നത്. എനിക്ക് ആ കടയിലേക്കൊന്നും പോകുന്നത് ഇഷ്ടമല്ല. എനിക്കിഷ്ടമല്ല ആ കടയിലൊന്നും പോയി വാങ്ങുന്നത്. പേഴ്സണലി എനിക്കിഷ്ടമല്ല. അതന്നെ ഗായ്സ്. അങ്ങനെ നമ്മളിതേ പോവാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. ഇങ്ങോട്ട് വരുമോ? ഇതേ മമ്മ വന്ന് ഫോൺ വിളിക്കുന്നുണ്ടോ? അയ്യടോ എവിടെ ഉണ്ടെന്ന്? അപ്പം നമ്മൾ ഓട്ടോ വിളിച്ചാണ്. പിന്നെ വീട്ടിൽ പോയി ഞാൻ ഉറങ്ങും കേട്ടോ അമ്മ. എനിക്ക് അത്ര വയ്യമ്മ. അമ്മക്കാലമാടനുണ്ട് മറ്റേ ആ ഇതിനകത്ത് പിടിക്കാഞ്ഞിട്ട് അമ്മ ഞാൻ ഉരുണ്ട് പോകണ്ടായിരുന്നു. മനുഷ്യനെ ഉറക്കത്തിലല്ലേ അവിടെ പിടിക്കണം എന്ന് ഞാൻ മമ്മയുണ്ടെന്നുള്ള ബലത്തിലാണ് സൈഡിലിരിക്കുന്നത്. സൈഡിലാണ് നമുക്കിങ്ങനെ താങ്ങാനുള്ളൊരു സാധനം ഇല്ല. എന്നിട്ട് ഇടയെന്ന് തന്നെ ബസ് ഗായ്സ്. പിന്നെ മമ്മയൊന്ന് മനുഷ്യനൊന്ന് മമ്മേനെ പിടിച്ചാണ് ഞാൻ ഇരിക്കുന്നത്. എന്നിട്ട് മമ്മയുണ്ട് ഗായ്സ്. മമ്മ ഉറങ്ങി എൻ്റെ കൂടെ. എന്നിട്ട് മമ്മ വളവെത്തിയപ്പോൾ കൈ പിടിക്കാൻ പറഞ്ഞിട്ട് ഞാൻ വീഴാൻ പോയി. ദൈവമേ ഒന്നും പറയണ്ടായിരുന്നു ഈശ്വരാ. അങ്ങനെ നമ്മളിത് വീട്ടിലേക്ക് പോവാണ്. നമ്മുടെ ഓട്ടം വന്നിട്ടോ. ഇപ്പോഴാണ് നല്ലൊരു കാറ്റ് കിട്ടിയത് അമ്മ. ഇത്ര നേരം ചൂടൻ കാറ്റായിരുന്നു. ബസ്സിൻ്റെ ഉള്ളിൽ ഫുൾ ചില്ലൊക്കെ അടച്ചിട്ട് നടത്താൻ കാറ്റിപ്പോഴാണ് കഴിച്ചിരുന്നത്. ഇങ്ങോട്ടൊക്കെ നല്ല മഴ പെയ്തു തോന്നുന്നല്ലേ? നല്ല മഴ. മേമി വീട്ടിലെത്തി കാണില്ല അല്ലേ? പൊന്നുണ്ണി വന്ന് അവൻ്റെ ഡ്രസ്സ് എടുക്കണം എന്ന് പറഞ്ഞു. കാരണം സെലിബ്രേഷനാണ് അവന് നാളെയാണോ? 21-ാം തീയതിയിലെ. അപ്പോൾ സെലിബ്രേഷൻ ആയതുകൊണ്ട് അവന് ഡ്രസ്സ് എടുത്തു കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം
ദൈവമേ അതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. അപ്പോൾ നമ്മളതിന് മുമ്പ് നമുക്ക് ബസ് കിട്ടിയല്ലോ. അല്ലേ തന്നെ നമ്മൾ മീമിൻ്റെ കൂടെ പോയായിരുന്നെങ്കിൽ നമ്മുടെ ഞാൻ പറഞ്ഞില്ല ഈ റൂട്ടിൽ ബസ് അധികം എല്ലാം കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ബസ് ലേറ്റായിട്ടേ കിട്ടുള്ളൂ. ലേറ്റായി കഴിഞ്ഞാൽ തന്നെ സ്കൂൾ വിടുന്ന സമയത്തുകൊണ്ട് തന്നെ ഒരുപാട് കുട്ടികളുണ്ടാവും. അപ്പോൾ നമ്മൾ കയറുന്ന ബസ്സിൽ നമുക്ക് നിൽക്കാൻ പോലുള്ള സ്ഥലം ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ കണ്ട ബസ്സിൽ ചാടി കയറി വന്ന് എന്തായാലും നന്നായി. അപ്പോൾ അതെ നമ്മളങ്ങനെ പോവാണ് കേട്ടോ. ഇനി വീട്ടിലെത്തി കഴിഞ്ഞാൽ ഞാനൊന്നും കഴിക്കുന്നില്ല. ഞാൻ എനിക്ക് എത്രയ്ക്ക് ഉറങ്ങാൻ വരുന്നതാണ്. ഒക്കെ ഒന്നിൻ്റെ നനച്ചു എന്നെ മേടിക്കാൻ നോക്കിയിട്ട് ഞാൻ വീടിനല്ലേ ഞാൻ വലിച്ചു. ഞാൻ തോണ്ടിയപ്പോഴല്ലേ ഞാൻ ഉറങ്ങിയിട്ടില്ലേ? ആ എനിക്ക് ഉള്ളിൽ ബോധമുണ്ടായിരുന്നു. ഞാൻ തോണ്ടിയപ്പോഴാണ് അമ്മ വലിച്ചത്. വീഴാത്ത ഭാഗ്യം. വീടില്ല. ഈ കൈ എപ്പോഴും കണ്ട ഈ കൈ ഞാനെന്നിട്ട് ഉറക്കൊക്കെ തോണ്ടി അറിയോ? അയ്യോ വേണം നമ്മുടെ റോഡ് സൈഡിൽ നടക്കണം. ആണോ? ഇഷ്ടംപോലെ ഞാൻ കൊണ്ട് വീട്ടറിയത് എന്റെ കായ് എന്താ വേറെ എന്താ ഓർമ്മ നിന്നില്ലേ? പാറ്റയാണോ? നല്ല കാറ്റ്. അടിപൊളി അടിപൊളി. ആയിക്കോട്ടെ കഴിച്ചോട്ടെ. വാഴത്തോട്ടുണ്ട് കേട്ടോ. വാഴത്തോട്ടം ഇത് പിന്നെ റബ്ബർ തോട്ടാണേ. ഇപ്പം നമ്മുടെ വീട് ഇപ്പം തന്നെ എത്തും കേട്ടോ. എനിക്ക് ഈ കാറ്റിൻ്റെ അടിക്കും മോസ്റ്റ് സൂപ്പറാണല്ലേ അമ്മ. എന്താ പറയണമെന്നറിയില്ല. ഒരു ആവിക്കൂടിൻ്റെ ഉള്ളിൽ നിന്ന് പെട്ടെന്ന് രക്ഷപ്പെട്ട് വന്ന് നല്ല തണുത്ത കാറ്റ് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം അതൊന്നും വേറെ തന്നെയാണ്. നമ്മളിങ്ങനെ വെയിലത്ത് നടന്ന് മടുത്ത് വന്ന് നല്ല തണുത്ത വെള്ളം കുടിക്കുമ്പോഴുണ്ടാവും. അപ്പോൾ ഒരു റിഫ്രഷ്മെൻറ്റ് ഉണ്ടാവും. അതേപോലെ തന്നെയാണ് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത് കേട്ടോ. ഇതേ പതുക്കെ വെയിൽ വന്നു കായ്. പതുക്കെ വെയിൽ വന്നിട്ടുണ്ട്. ഹായ് രസാലേ പോവാൻ. അടിപൊളിയാണ് അടിപൊളിയായി ഏതു നേരത്തും പറക്കും കണ്ണൻ. ഈ പാട്ട് നിങ്ങൾക്ക് അറിയോ? ഏത് പാട്ടാണെന്നറിയോ? പണ്ടത്തെ ഞങ്ങളുടെ ഫേവറേറ്റ് കാർട്ടൂൺ ആയിട്ടുണ്ടായിരുന്ന മായക്കണ്ണൻ എന്ന് പറഞ്ഞ കാർട്ടൂണിലെ പാട്ടാണത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. സ്കൂൾ വിട്ട് വന്നവിടെ അമ്മ നിന്ന് അലക്കലായിരിക്കും. ഞങ്ങൾക്ക് ചോറും മീൻകറി മീൻ വറുത്തതും ഉണ്ട്. അതാണ് അന്നത്തെ വലിയ സന്തോഷം. സ്കൂൾ വിട്ട് വന്നാലുള്ള സന്തോഷം അതെടുത്ത് വെക്കും. ഞങ്ങൾ വേഗം ടി വിൻ്റെ മുമ്പിൽ അപ്പോഴേക്ക് സെറ്റാവും. എന്നിട്ട് അതുകൂട്ടി ചോറും കഴിച്ച് ഞങ്ങളുടെ മായക്കണ്ണൻ ഇരുന്ന് കാണലായിരിക്കും പരിപാടി. ഇതാണ്ടോ ഗായ്സ് നല്ല വെയിൽ വന്നേ. എന്നാലേ ഇരുണ്ട് മൂടി വന്നിട്ട് ഇപ്പോൾ വെയിൽ വന്നേക്കുന്നേ അമ്മേ. അമ്മേൻ്റെ മുഖമൊക്കെ ചുമന്ന് ചുമനെ എവിടെ റോസായിപ്പം ശരിക്കും റോസ്. ഇതുണ്ടോ പ്രകാശം പരത്തുവാണ്. നമ്മുടെ വീടെത്തി കേട്ടോ. എത്തി. ഞാൻ ക്യാമറ ഇവിടെ ഒരു സൈഡിൽ പോലും ഞാൻ കട്ടാക്കിയിട്ടില്ല അല്ലേ. കാരണം കട്ടാക്കണ്ട കൈസ്. കാരണം നമ്മുടെ വീട് അവിടെ നിന്ന് വേഗം കോളേരിക്ക് പോകുമ്പോൾ ഭയങ്കര ദൂരമാണ്. പക്ഷെ നമ്മുടെ വീട്ടിൽ നിന്ന് പാപ്പിളശ്ശേരിക്ക് പോകുന്നത് അത്രയ്ക്ക് ദൂരം ഇല്ല. പക്ഷെ ദൂരം ഉണ്ടെങ്കിലും അങ്ങനെ. അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. നമ്മുടെ പിന്നെ ഒരു കയറ്റം കൂടി കഴിഞ്ഞ് നമ്മുടെ വീടെത്തി കേട്ടോ ഗൈസ്. വീട്ടിലേക്ക് ഗൈസ്. ഇവിടെയൊക്കെ ഏലത്തോട്ടം ഉണ്ട് കേട്ടോ. ഇവിടേക്കൊക്കെ ഏലത്തോട്ടം ഉണ്ടോ? ഫുള്ള് ഏലത്തോട്ടാ കേട്ടോ. ഇവിടെ നമ്മുടെ റബ്ബർ തോട്ടം കേട്ടോ. അവിടെ റബ്ബർ ഷീറ്റ് അടിക്കുന്ന ഇതുണ്ട്. എന്തോ മെഷീൻ അതന്നെ. നമ്മുടെ വീടെത്തിയതുണ്ടോ? ഒരു വലിയ കയറ്റമുണ്ട്. ആ കയറ്റിലാണ് നമുക്ക് വേണമെങ്കിൽ ഈ വഴിക്ക് വേണം നമ്മുടെ വീട്ടിലേക്ക് ചാടാം അല്ലേ. നമ്മൾ ആ വഴിക്ക് ചാടുന്നില്ല. നമ്മൾ ഈ വഴിക്ക് തന്നെ ചാടാൻ പോവാണ്. വീട് ഫുൾ കാട് പിടിച്ചുകൊണ്ടോ. അവിടെ ഇവിടെ വഴി എന്നെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? ഓണായി. നമുക്ക് എന്തായാലും പിടിക്കാം. ഭയങ്കര വെയിറ്റ് ആട്ടോ. ഓക്കെ ഫ്രണ്ടിൽ കൂടി പോക്കാം. ബാക്കിൽ കൂടി ബാക്കിലേക്ക് വരും വണ്ടി. ഇതുകൊണ്ടോ ഗായ്സ്. ഇതെന്താ അമ്മേ കാടില്ലേ? എൻ്റെ ഗായ്സ് നോക്കിയത് എന്താ. കഴിഞ്ഞ പ്രാവശ്യം ഇതുവരെ കാടായി നോക്കുന്നുണ്ടോ അമ്മേ? നമ്മളായിട്ട് ക്ലീൻ ചെയ്യാൻ ഇറങ്ങിയില്ലേ? എന്തായാലും ക്ലീൻ ചെയ്യാൻ ഇറങ്ങണല്ലേ. അതാ അമ്മ ഈ എട്ടുകാലിൻ്റെ വല പൊട്ടിച്ചു. രാവിലെ ഞാൻ പാലിനോട് വരുമ്പോൾ അമ്മേ ഇങ്ങനെ എട്ടുകാലി വലയായിരിക്കും. മനുഷ്യൻ്റെ മുഖത്തൊട്ട് പിടിക്കില്ലേ. നിക്ക്. അങ്ങനെ നമ്മളിത് നമ്മുടെ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗായ്സ് ഞങ്ങൾ പോയി ഡ്രസ്സൊക്കെ മാറി ഒന്ന് ഉറങ്ങുമോ തിന്നുമോ എന്തെങ്കിലും ചെയ്യട്ടെ. അപ്പോൾ എല്ലാവരും അടുത്ത സൂപ്പർ കൂൾ വീട്ടിലൂടെ കാണാം. അതാ എല്ലാവർക്കും ബൈ ബൈ ഗായ്സ്. ദൈവമേ ബൈ ബൈ പറയാം അമ്മേ. ബൈ ബൈ.
പെരുമഴ.